അത് വലിയൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 2 കബറാളിയെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ട് തങ്ങളൊരു മരം, ഒരു മരത്തിൻ്റെ ഒരു കൊമ്പെടുത്തിട്ട് 2 ഭാഗമാക്കി ഭാഗിച്ചിട്ട് 2 ഖബറിൻ്റെ മേലും ഓരോ കൊള്ളി ഇങ്ങനെ കുത്തിക്കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നഹുമാ ലയുഖഫിഫാനി അൻഹുമാ, ഈ 2 കൊള്ളിയും ആ ഖബറാളികൾക്ക് ശിക്ഷയ്ക്ക് കുറവ് നൽകും. മാലം എയ്ബസ, ഉണങ്ങാത്ത കാലത്തോളം. ഉണങ്ങിയ അതിൻ്റെ തസ്ബീഹിൻ്റെ കാലാവധി കഴിഞ്ഞു. ഉണങ്ങാത്ത കാലത്തോളം അതിന് തസ്ബീഹുണ്ട്. ആ തസ്ബീഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഖബറിലുള്ളവർക്ക് ഉപകാരം ഉണ്ടാകും. ഖബറിലുള്ളവർക്ക് ഈ മരക്കൊമ്പ് മാത്രമല്ല ഉപകാരമുള്ളത്, ഖബറാളിക്ക് ഖബറിൽ ഉപകാരം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ മൊത്തത്തിൽ അത് എണ്ണിപ്പറഞ്ഞത് 10 എണ്ണമാണ്. ആ 10 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ നമ്മളും കൈവശപ്പെടുത്തണം മരിക്കുന്നതിൻ്റെ മുമ്പ്. ഇദാ മാതബ്നു ആദമ ലൈസ യജ്രി അലൈഹി മിൻ ഖിസാലിൻ ഗൈറു അശ്രി. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 10 എണ്ണം അല്ലാത്തതൊക്കെ നിലച്ചു പോകും. ഉലൂമുൻ ബസ്സഹാ വദുആഉ നജ്ലി വഗർസുൻ നഖിലി വസ്സദഖാതു തജ്രി. ഒന്നാമത്തത് ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ കുട്ടികൾക്ക് നന്നായി പഠിപ്പിക്കണം, സുഹൃത്തുക്കൾക്ക് പഠിപ്പിക്കണം, ശിഷ്യന്മാർക്ക് പഠിപ്പിക്കണം. ഏറ്റവും അധികം കാലം നീണ്ടുകിട്ടുന്ന സമ്പത്ത് അതാണ്. അതുപോലെ കാലാവധിയുള്ളൊരു സമ്പത്ത് ഖബറിലേക്ക് ഒഴുകുന്നത് ലോകത്തില്ലേ ഇല്ല. 10,000 ആളുകൾക്ക് എത്രയോ ടൈം കഴിഞ്ഞാലും ഖബറിലേക്ക് പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള അമല്, കാലാവധി കൂടുതലുള്ള അമല് ഉലൂമുൻ ബസ്സഹാ, അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങളാണ്. രണ്ടാമത്തത് വദുആഉ നജ്ലി, മക്കളുടെ പ്രാർത്ഥനയാണ്. അതവരെ ഹയാത്തിലേ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ കഴിയും. മക്കൾ ഹയാത്തിലുള്ള സമയത്തല്ലേ അത് കിട്ടുമോ, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. പക്ഷേ വിതരണം ചെയ്ത ഇൽമങ്ങനെ കഴിയൂല. നൂറ്റാണ്ടുകൾ എത്രയായി നബി ഇമാമുതങ്ങൾ വഫാത്തായിട്ട്. ഇന്നും മിൻഹാജ് പല ദർസിലും ഓതിയില്ലേ, റിയാദുസ് സ്വാലിഹീൻ ഓതിയില്ലേ. അവിടുത്തെ കിതാബുകൾ ഓതാതെ ഒരു ദർസ് രാവിലെയും വൈകുന്നേരവും ഉദിക്കുന്നുണ്ടോ അസ്തമിക്കുന്നുണ്ടോ? എത്ര നൂറ്റാണ്ടുകളായി ഓതിക്കൊണ്ടിരിക്കുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഫത്ഹുൽ മുഈൻ എത്ര വർഷം മുമ്പ് അത് രചിച്ചതാണ്. അത് രചിച്ചിട്ട് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു, ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കല്ലേ. അതാണ് ഏറ്റവും സമൃദ്ധമായത്. രണ്ടാമത്തത് പ്രാർത്ഥന, മൂന്നാമത്തത് ഖർസുൻ നഖ്ൽ, ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം. പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, ഫലവൃക്ഷങ്ങൾ, ഫലമുണ്ടാകുന്ന തൈകൾ നട്ടുപിടിപ്പിക്കണം. അതിങ്ങനെ വളർന്നു വന്ന് മക്കളോ പേരമക്കളോ പക്ഷികളോ മറ്റോ അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോ നിങ്ങൾ ഖബറിലാണോ? അതത്രയും കാലം ആ മരം നിലനിൽക്കുന്നുണ്ടോ? അതിന്റെ ഫലം അതാ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉപ്പാപ്പമാര് നട്ടുപിടിപ്പിച്ച തെങ്ങ്, അതിൽ നിന്ന് ഇന്ന് തേങ്ങ പറിക്കുന്നു, മറ്റു പലതും കൊയ്തെടുക്കുന്നു. അവരെ ഖബറിലേക്ക് അതിന്റെ ഫലം ലഭിക്കുന്നു. നാലാമത്തത് വസ്സദഖാതു തജ്രി, ജാരിയായ സ്വദഖ എന്ന് പറഞ്ഞാൽ വഖഫാണ്. ഏതെങ്കിലും ഒരു സ്ഥലമോ അല്ലെങ്കിൽ പറ്റുന്ന ബിൽഡിങ്ങുകളോ ഇസ്ലാമിന് വേണ്ടിയോ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയോ യതീമുകൾക്ക് വേണ്ടിയോ പാവപ്പെട്ടവർക്ക് വേണ്ടിയോ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടിയോ ഒക്കെ വഖഫ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. ഇസ്ലാമിൽ അതിന് തുടക്കം കുറിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ശേഷം ഒരുപാട് മഹാന്മാർ അതിൽ സംബന്ധിച്ചിട്ടുണ്ട്. ആചാരിയായ സ്വദഖ, വഖഫ്, അത് നിലക്കാതെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അമലാണ്. മുസ്ലിം ബാക്കിയാകുന്ന കാലത്തോളം അതിന്റെ ഉപകാരം ശേഷിക്കും, അതും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ 4 എണ്ണമാണ് എണ്ണിയത്. ഇനി 5-മത്തത് ഒന്ന് എണ്ണുന്നു. അത് നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിറാസത്തു മുസ്ഹഫിൻ വരിബാതു സഗ്രി വഹഫറുൽ ബിഇരി ഔ ഇജ്റാഉ നഹരി. സ്വന്തം ഓരോ മുസാഫുള്ളവർ കൈയൊന്നിച്ചാണ്. പൊരയിൽ കൊണ്ടുവന്ന് വെച്ച മുസാഫ് അല്ല ചോദിക്കണം കേട്ടോ, നിങ്ങളുടേത് എന്ന് പറയാൻ പറ്റുന്നത്. വെറുതെ കൈയൊന്നിക്കരുതേ, പഠിച്ചോൻ ചോദിക്കും. കണ്ടോ, സ്വന്തം മുസാഫുള്ള ആൾക്കാർ കുറവാ. സ്വന്തം 4 മൊബൈലുള്ളവർ പൊന്തിച്ചാണ്, അപ്പം എല്ലാവരും പൊന്തിക്കും. 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 4 മൊബൈലുള്ളവർ പൊന്തിച്ചാണ്, അപ്പം എല്ലാവരും പൊന്
ഒന്നുണ്ടല്ലേ, ഒന്ന് പറയലുണ്ട്, അപ്പൊ രണ്ടെണ്ണായി. മുസാഫ് എല്ലാവർക്കും ഓരോന്ന് വേണം. ആ മുസാഫ് അനന്തരമാക്കി വെക്കുക. അഞ്ചാമത്തതാണ് നമ്മൾ ഓതിയ മുസാഫ്. അപ്പം മുസാഫ് പൊരയിലില്ല. പള്ളിക്കലെത്തിയാൽ പോലും കാണാൻ ആൾക്കാർ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തിന് അങ്ങനെ അടക്കം. ആ കണ്ട 100 കണക്കിന് മുസാഫ് ഉണ്ടായിട്ട് മൊബൈൽ വാങ്ങിയിട്ട് ചുമരുമൊക്കെ ഏറിയാണ് തോന്നല്. പിന്നെ അതിൻ്റെ വില ആലോചിച്ചുകൊണ്ടൊന്നും ചെയ്യാതിരിക്കലാണ്. ആ മുസാഫിൽ നോക്കി ഓതുന്ന കൂലി ഇതിൽ നോക്കി ഓതിയ കിട്ടുമോ? പിന്നെ എന്തിനാ അതെടുക്കാതെ ഇതിങ്ങനെ മാന്തിന്? ഇത് പറ്റും. നമ്മൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഓതാൻ പറ്റും. മരിച്ച ഏതെങ്കിലും വീട്ടിൽ യാസീനൊക്കെ ഓതുമ്പോൾ തെറ്റില്ലാതെ ഓതാനൊക്കെ പറ്റും. എപ്പോഴും ഇപ്പോൾ യാസീനോട് കൊണ്ടെടുക്കാൻ കഴിയില്ലല്ലോ. ഒരു മൗലൂദൊക്കെ ഓതാണെങ്കിൽ ഇത് നിർത്തിട്ട് തെറ്റില്ലാതെ ഓതാൻ കഴിയും. അത് ഉപകാരമാണ്. പക്ഷെ പള്ളിക്കലെത്തുമ്പോൾ കുറേ മുസാഫ് ഇങ്ങനെ വട്ടത്തിൽ, പുരയിലെത്തുമ്പോൾ അവിടെ ഷെൽഫിൽ കുറേ മുസാഫ് ഇങ്ങനെ കാണുമ്പോൾ ആ മുസാഫ് ചോദിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കാത്തതുകൊണ്ട് നമ്മൾക്ക് അധികം കേൾക്കൂലല്ലോ. ചെങ്ങായെ ഒന്ന് എടുത്ത് എന്നൊന്ന് എടുത്തിട്ട് ഒന്ന് ആ മുസാഫ് ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ചാൽ തന്നെ എന്തൊരു കൂലിയ. അതിപ്പോൾ ഇത് കൈ പിടിച്ചാൽ കിട്ടുമോ? കിട്ടൂല. ഇത് മജ്മുഅത്ത് കുത്തുബാണ്. ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ മുസാഫ് മാത്രമൊന്നല്ല, വാർത്ത ഉണ്ട്, പത്രമുണ്ട്, അല്ലേ? പലതും ഉണ്ട്. ഇതല്ലാണ്ട് പേരുകളുണ്ട്, അഡ്രസ്സുകളുണ്ട്, മെസ്സേജുകളുണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഇല്ലല്ലേ? എല്ലാം കൂടി സകല ഗുലാബിയാണ്. മുസാഫ് ഒരാളിങ്ങനെ കയ്യിൽ പിടിച്ചു, ഓതുന്നില്ല ആളിങ്ങനെ കയ്യിൽ പിടിച്ചു, കൂലിയല്ലേ? കൂലിയാണ്. അത് 30 മുസാഫ് ഉണ്ടെങ്കിൽ 5 ജുസിന്റെ മുസാഫിന്റെ കൂലിയാണോ? അല്ല, മാറ്റുണ്ട്. ആ 30 ജുസുള്ള മുസാഫ് തുറന്നു വെച്ചിട്ടാണ് അയാളൊരു അൽക്കഫ് ഓതുന്നത്, യാസീൻ ഓതുന്നത്, തബാറക്ക് ഓതുന്നത്. സുബ്ഹാനല്ലാഹ്. 30 ജുസുള്ള മുസാഫിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓതുമ്പോൾ ഒരു ഏടിൽ നോക്കി ഓതുന്ന കൂലിയല്ല, കൂലി കൂടും. സംഗതി രണ്ടും ഒരേ സൂറത്ത് തന്നെയാണ്. ആ ഏടിലുള്ള തബാറക്ക് തന്നെയാണ് ഈ ഓതുന്നത്. പക്ഷേ ഇത് മുസാഫ് തുറന്നു വെച്ച് ഓതുമ്പോൾ അതിൻ്റെ കൂലി വേറെയാണ്. ഒരു മുസാഫ് ഓരോരുത്തർക്കും വേണം അനന്തരമായിട്ട്. ആ മുസാഫിൽ നോക്കിയിട്ട് ഇപ്പോൾ വീടുകളിലൊക്കെ മുസാഫും കുറഞ്ഞു വന്നു. മുസാഫ് ഭദ്രമായി സൂക്ഷിക്കണം. നല്ലോണം പെയിന്റ് ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിച്ച് കൊണ്ട് നടക്കണം. ഓരോരുത്തരും അവനവൻ ഓരോ മുസാഫ് സൂക്ഷിക്കണം. അത് അനന്തരമാക്കി വെക്കുക. മക്കൾ, പേരമക്കൾ, ഇങ്ങനെ തുടർന്നു പോകുന്ന ആൾക്കാർ എത്ര കാലം അതിൽ നോക്കി ഓതുന്നോ, അതെങ്ങനെ നല്ല ഭദ്രതയിൽ നിലനിൽക്കുന്നോ, അത്രയും കാലം ഖബറിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. 5-ാമത്തെ കാര്യം അതാണ്. 6-ാമത്തത് റിബാത്തു സഗരീൻ. ഇന്നത്തെ കാലത്ത് വലിയ ചാൻസ് ഒന്നുമില്ല, എന്നാലും പറയാം. പൊതുരംഗത്ത്, ഇസ്ലാമിക രംഗത്ത് പഴയ കാലത്ത് പോരാളികൾ താമസിച്ചിരുന്ന പല കേന്ദ്രങ്ങളിലും വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു അവർക്ക്, ദീനിന് വേണ്ടി അധ്വാനിച്ചു വരുന്ന ആളുകൾക്ക്. ഇന്നതിൻ്റെ ഒരു ഘട്ടമില്ല. ഇനിയൊരു ഘട്ടം വന്നാലൊരു പക്ഷേ വേണ്ടി വരും.